വസന്തകുമാർ രാമൻ ബ്ലോഗ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് വൃഷഭാദ്രിയിൽ ഔഷധങ്ങൾ ഉണ്ടായതിൻ്റെ ചരിത്രത്തെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. പണ്ട് ദേവാസുര യുദ്ധത്തിൽ അസുരന്മാർ വിജയിക്കുകയും ദേവന്മാർ തോറ്റോടി അവർക്കു നിലനിൽപ്പില്ലാതായപ്പോൾ ദേവന്മാർ ത്രിമൂർത്തികളോട് സങ്കടമുണർത്തി. ദേവന്മാർ ക്ഷീണിതരായി മൃതപ്രായരായാൽ ദേവലോകം എന്തായിത്തീരുമെന്ന് ഭയന്നു. ആ സമയം നാരായണനും ശിവശങ്കരനും അവർക്ക്, അതായത് ദേവകൾക്ക്, ഈ 2 വിത്ത് കൊടുത്തു പറഞ്ഞു, ഈ വിത്തുകൾ വൃഷഭാദ്രിയുടെ മുകളിൽ കൊണ്ടുപോയി വിതയ്ക്കണം. ക്ഷീരസാഗരത്തിലെ ജലം കൊണ്ട് നനച്ചു വളർത്തണം. അതാരും അപഹരിക്കാതിരിക്കാൻ വിഷ്ണു ചക്രവും വിഷ്ണുഗണങ്ങളും കാവലുണ്ടാകും. അതനുസരിച്ച് ദേവന്മാർ ആ വിത്തുകൾ വൃഷഭാദ്രിയിൽ വിതച്ചു. അവ കിളിർത്ത് പൊങ്ങി വളർന്നു. ആ 4 വിത്തിൽ നിന്നുണ്ടായ 4 ഔഷധച്ചെടികളാണ് ശല്യക്കിരണി തുടങ്ങിയ ഔഷധങ്ങൾ. അതിലെ മൃതസഞ്ജീവനിയുടെ കാറ്റു തട്ടിയാൽ മതി, ക്ഷീണമെല്ലാം പമ്പ കടക്കും, മരിച്ചവർ ജീവിക്കും. ആ മൃതസഞ്ജീവനിയാണ് ഹനുമാൻ യുദ്ധസ്ഥലത്ത് കൊണ്ടുചെന്ന് സേനകളെ ജീവിപ്പിച്ചത്. ത്രിമൂർത്തികൾക്കും ശാംബവാനും വിഷ്ണുഗണങ്ങൾക്കും മാത്രമേ വൃഷഭാദ്രിയിലെ ഔഷധരഹസ്യം അറിയൂ. ജാംബവാനാണ് ഹനുമാനോട് ആ ഔഷധരഹസ്യം പറഞ്ഞുകൊടുത്തത്. ഹനുമാൻ ഔഷധത്തിന് പുറപ്പെട്ടപ്പോൾ ജാംബവാൻ പറഞ്ഞു, രാമനാമം ജപിച്ചുകൊണ്ട് ആദ്രി സമീപത്ത് ചെല്ലാവൂ. രാമശബ്ദം കേട്ടാൽ ചക്രം മാറി നിൽക്കും. ജാംബവാൻ പറഞ്ഞിട്ടാണ് വന്നതെന്ന് പറഞ്ഞാൽ വിഷ്ണുഗണങ്ങൾ സഹായിക്കും. ഹനുമാൻ അതനുസരിച്ചു ഔഷധം കരസ്ഥമാക്കി. ലക്ഷ്മണനും വാനര സൈന്യങ്ങളും ജീവിച്ച ഉടനെ തന്നെ വീണ്ടും ഔഷധം ഇരുന്ന സ്ഥലത്തെത്തിച്ചു. എന്തെന്നാൽ അത് അവിടെ ഇരുന്നാൽ മരിക്കുന്നവരെയെല്ലാം ജീവിപ്പിക്കും. അതുകൊണ്ടാണ് ഹനുമാൻ വീണ്ടും വൃഷഭാദ്രിയിൽ ഔഷധങ്ങൾ കൊണ്ടുവച്ചത്. എന്നാൽ മറ്റൊരിടത്താണെങ്കിൽ അസുരന്മാരും ജീവിക്കാനിടവരും. പിന്നെ രാക്ഷസ വംശനാശം അസാധ്യമായി തീരുകയും ചെയ്യും. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.